വെൽക്കം ബാക്ക് ടു സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. പേര് പറഞ്ഞു ഞാൻ, എൻ്റെ പേര് ശ്രുതി എന്നാണ്. എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും ടീച്ചറിൻ്റെ ലൈവ് ക്ലാസ്സിലൊക്കെ കാണാറുണ്ടാവും അല്ലേ. ഇന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് മുൻപായിട്ട് പറയാണ്, ഇനി നമുക്ക് എക്സാമൊക്കെ വരികയാണ് അല്ലേ. എക്സാം ആയാലും ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കാണണം. ആ ക്ലാസ്സുകളുടെ നോട്ട്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ എപ്പോൾ ക്ലാസ് ഉണ്ട്, ഏത് സമയത്താണ് അല്ലേ, ഏത് ദിവസമാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ടാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. ആ ഒരു ലിങ്ക് നമ്മുടെ ഓരോ ചാനലിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. എല്ലാവരും ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ട്സും കയ്യിൽ കിട്ടും കേട്ടോ. ഇന്നിതാ വളരെ പ്രധാനപ്പെട്ട മലയാളത്തിലെ ഒരു പരീക്ഷ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ടീച്ചർ പരിചയപ്പെടുത്താണ്. വർണ്ണന തയ്യാറാക്കുക എന്നുള്ളത് സാധാരണയായി കാണാറുള്ളതാണ്. ഇനിയിപ്പോൾ അനുഭവക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാലും ആ വർണ്ണനയ്ക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് എൻ്റെ അനുഭവം എന്നും പറഞ്ഞ് അത് തന്നെ എഴുതാം കേട്ടോ. അപ്പോൾ വർണ്ണനയും അനുഭവക്കുറിപ്പും തമ്മിൽ ചെറിയ വേരിയേഷനാണ് നമുക്ക് വരുത്താനുള്ളൂ. ഒന്ന് അനുഭവിച്ചതാണ്, ഒന്ന് കണ്ട കാര്യം ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ കാനനോത്സവം എന്ന് പറയുന്ന ഒരു പാഠത്തിൽ നിങ്ങൾ കണ്ട കലോത്സവ കാഴ്ചകളെ കുറിച്ച് വർണ്ണിക്കാൻ പറയും. അപ്പോൾ എന്തെഴുതാൻ നിങ്ങൾക്ക്? ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കണ്ട കലോത്സവ കാഴ്ചകൾ: വർണ്ണശബളമായ അന്തരീക്ഷം, അങ്ങനെ ആയിരിക്കില്ലേ? ബലൂണുകളും നിറയെ തോരണങ്ങളുമായി നിൽക്കുന്ന സ്കൂളിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉച്ചഭാഷിണിയിലൂടെ ഉയരുന്ന ശബ്ദം, നൃത്യങ്ങൾക്കായി മുഖത്ത് ചായം തേച്ച് അണിഞ്ഞൊരുങ്ങിയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ എന്ന് എഴുതാം. ഒരു വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക് ഓടിപ്പോകുന്ന കുട്ടികൾ അല്ലേ. ഒപ്പനപ്പാട്ടിന്റെ താളത്തിൽ ആടിപ്പാടുന്ന മൊഞ്ചത്തികൾ, കേട്ടിട്ടും മതിവരാതെ ലളിത മനോഹരമായ ഗാനങ്ങൾ, നർമ്മം ചാലിച്ച തുള്ളൽ വേദിയിൽ ചിരിപ്പടക്കം പൊട്ടുന്നത് ആസ്വദിച്ചു നിൽക്കവേ തൊട്ടടുത്ത വേദിയിൽ വല്ലവും മരുവാളുമായി നാടോടി നൃത്തം തകർക്കുന്നുണ്ടായിരുന്നു. പിന്നെയോ, നാടകവേദിയിലായിരുന്നു ആളുകളുടെ ഉന്തും തിരക്കും. കുട്ടികളുടെ അഭിനയ പാഠവും കാണികളെ ആവേശം കൊള്ളിച്ചു. മിമിക്രി വേദിയിൽ സിനിമാ താരങ്ങളും പക്ഷികളും മൃഗങ്ങളും കയറിയിറങ്ങി. എന്ന് പറഞ്ഞാൽ മിമിക്രി നടക്കുന്ന വേദിയിൽ കുറേ സിനിമാ താരങ്ങളും പക്ഷികളും മൃഗങ്ങളൊക്കെ കയറി എന്നാണോ? അല്ലേ. മിമിക്രി എന്ന് പറയുന്നത് അനുകരണ കലയാണ്. അത് പല ശബ്ദങ്ങളായിട്ട് പുറത്തു വരും അല്ലേ. പല സിനിമാ നടന്മാരുടെ, നടിമാരുടെ, അല്ലെങ്കിൽ പ്രശസ്തരായ മറ്റുള്ളവരുടെ അല്ലേ, രാഷ്ട്രീയ നേതാക്കളുടെ, അതുപോലെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദങ്ങളല്ലേ അനുകരിക്കുക. അതൊക്കെ എന്തായി, മിമിക്രി വേദിയിൽ നിന്ന് കേട്ടു എന്നത് ടീച്ചർ ഇങ്ങനെ എഴുതിയതാണ്. എങ്ങനെ? മിമിക്രി വേദിയിൽ സിനിമാ താരങ്ങളും പക്ഷികളും മൃഗങ്ങളും കയറിയിറങ്ങി എന്നല്ലേ. ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പാടുന്ന ദേശഭക്തി ഗാനങ്ങൾ വായുവിൽ മുഴങ്ങിക്കേട്ടു. ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പാടുന്ന അല്ലേ, കുട്ടികൾ എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കുട്ടികൾ പാടുന്ന, അത് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വർണ്ണന. ഇത് നമ്മൾ വർണ്ണിക്കുകയാണ് അവിടെ കാണുന്ന ഒരു കാര്യം. ഇനിയിപ്പോൾ അനുഭവക്കുറിപ്പ് എഴുതാൻ പറഞ്ഞാലോ, നിങ്ങൾക്ക് എഴുതാം, അന്ന് വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു. വർണ്ണശബളമായ അന്തരീക്ഷം, നിറയെ ബലൂണുകളും തോരണങ്ങളുമായി നിൽക്കുന്ന സ്കൂളിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉച്ചഭാഷിണി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഉച്ചഭാഷിണി എന്ന് പറഞ്ഞാൽ മൈക്കാണ് കേട്ടോ. മൈക്കാണ് ഉച്ചഭാഷിണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ മൈക്കിലൂടെ ശബ്ദങ്ങൾ കേൾക്കുമെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കലോത്സവ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇതിലൂടെ ക്ഷണിക്കുന്നത്. അപ്പോൾ അനുഭവമാവുമ്പോൾ ആ ദിവസം വളരെ മനോഹരമായിരുന്നു എന്ന് എഴുതാം അല്ലേ. ഇത് വർണ്ണനയാകുമ്പോൾ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. മക്കൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇതാണ് വർണ്ണന തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ. അനുഭവക്കുറിപ്പ് എന്ന് പറഞ്ഞാലും, അനുഭവക്കുറിപ്പ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് അനുഭവക്കുറിപ്പ് അയക്കാം കേട്ടോ. ഞാൻ
അല്ലെങ്കിൽ ഞാൻ കണ്ട, അല്ലെങ്കിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു അന്ന് എന്ന് പറഞ്ഞ്. ഇനി ഡയറി ആണെങ്കിലും ഇത് തന്നെ ഡേറ്റും ദിവസവും ഒക്കെ എഴുതിയിട്ട് ഡയറി ആയിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് എൻ്റെ ഇന്നത്തെ ദിവസം എന്നും പറഞ്ഞ് എഴുതണം എന്ന് മാത്രം. അപ്പോൾ ഒരു 3 ചോദ്യങ്ങളാണ് ഈ ഒരു ഉത്തരത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ മക്കളെല്ലാവരും ലൈവ് ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് വരാം. ശ്രുതി ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.